Hi students, today starting Sociology of India secondile second unit first block first unit second block first unit second Gandhi and Ambedkar ഗാന്ധിജിയെ കുറിച്ചും അംബേദ്കറിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അംബേദ്കറിനെ കുറിച്ചും ഗാന്ധിയെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. കാരണം അംബേദ്കറിനെ കുറിച്ച് നമ്മൾ വലിയൊരു ഭാഗം തന്നെ നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റ് ബുക്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചർ ഇവിടെ കുറച്ച് പോയിന്റ്സുകളാണ് ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതായത് ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസവും ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് പോയിന്റ്സുകൾ നമുക്കറിയാം. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, എന്നാണ് അദ്ദേഹം ജനിച്ചത്, അതേപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എന്നു മുതലാണ് കാൽവെച്ചത്, അദ്ദേഹം ആരായിരുന്നു, അങ്ങനെ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ നോക്കൂ, ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഗാന്ധി. ബോൺ 2 ഒക്ടോബർ 1859 ഗുജറാത്ത്. 1869 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഒക്ടോബർ 2-ാം തീയതി. ബോൺ 2 ഒക്ടോബർ 1859 ഗാന്ധിജി. 1859 ഗുജറാത്ത്. അപ്പോൾ ഗാന്ധിജിയുടെ ജനനം എന്ന് പറയുന്നത് 1869 ഗുജറാത്തില് ഒക്ടോബർ 2-ാം തീയതി ആയിരുന്നു. അതേപോലെ അദ്ദേഹം സ്റ്റഡീഡ് ലോ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം നിയമം പഠിച്ചത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. സ്റ്റഡീഡ് ലോ ഇൻ ഇംഗ്ലണ്ട്, ബിക്കം ബാരിസ്റ്റർ ഇൻ 1891. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം നിയമം പഠിച്ചത്, ബാരിസ്റ്റർ ആയത് 1891 വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഫോർ വർക്ക്, സ്റ്റേവ്ഡ് 20 years. അങ്ങനെ അദ്ദേഹം ജോലിക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും ഏകദേശം 20 വർഷത്തോളം കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കാൻ ഇടവരുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഈ നിറത്തിന്റെ പേരിലുള്ള ചൂഷണത്തെ മനസ്സിലാക്കുകയും അതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്താൻ തുടങ്ങിയത്. അദ്ദേഹം നിയമം പഠിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടെ 20 വർഷകാലം അദ്ദേഹം സ്പെൻഡ് ചെയ്തു. ആ സമയത്ത് ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളെ നിറത്തിന്റെ പേരിലുള്ള വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കുകയും ആ നിറത്തിന്റെ കളറിലുള്ള ഡിഫറൻസ് കാരണം ഓരോരുത്തരെ അപ്പർ ക്ലാസ് ആയിട്ടും ലോവർ ക്ലാസ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ബ്ലാക്ക് കളറിലുള്ളവർക്ക് ഒന്നും അലൗഡ് ആയിരുന്നില്ല. അവർ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ ചൂഷണങ്ങളാണ് അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് അവരുടെ ചൂഷണത്തിനെതിരേക്ക് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ വെൻ ടു സൗത്ത് ആഫ്രിക്ക ഫോർ വർക്ക്, സ്റ്റേവ്ഡ് 20 years, ഫേസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ട്രെയിൻ ഇൻസിഡന്റ്. അതേപോലെ തന്നെ വർണ്ണവിവേചനത്തെ അദ്ദേഹം എതിർക്കുകയും ട്രെയിനിൽ, അതായത് അന്ന് ഈ വെളുത്ത വർഗക്കാർക്ക് മാത്രമേ ഏത് വാഹനങ്ങളിലും കയറാൻ പാടുള്ളൂ, അത്തരത്തിലൊക്കെയുള്ള വിവേചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് മനസ്സിലാക്കിയിരുന്നു. ബിഗാൻ ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഒപ്രഷൻ. അനീതിക്കും പീഡനത്തിനുമെതിരെ അദ്ദേഹം പോരാട്ടം ആരംഭിച്ചു. ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ, ജസ്റ്റിസിന് വേണ്ടിയും ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെയും അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തു. ബിഗാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഒപ്രഷൻ. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെ നീതി നിലനിർത്തുന്നതിനും അവരുടെ അനീതിക്കെതിരെയും അവർക്കെതിരെയുള്ള ചൂഷണത്തിനും അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തു. ഒപ്രഷനെതിരെയും ഇൻജസ്റ്റിസിനെതിരെയും ഒക്കെ അദ്ദേഹം വളരെയധികം ഫൈറ്റ് ചെയ്തു. പ്രൊമോട്ടഡ് നോൺ വയലൻസ് ആൻഡ് എത്തിക്കൽ നാഷണലിസം. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് പ്രൊമോട്ട് ചെയ്തത്? നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അഹിംസയ്ക്കും എത്തിക്കൽ നാഷണലിസം, ദേശീയതയ്ക്കും അദ്ദേഹം
കൂടുതൽ പ്രചോദനം നൽകി, പ്രൊമോട്ട് ചെയ്തു. ഒരു ഹിംസയ്ക്കെതിരെയും അഹിംസ മുറുകെ പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ മെയിൻ ഐഡിയോളജി. അദ്ദേഹം ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്തത് നോൺ വയലൻസിനാണ്, അക്രമരാഹിത്യമില്ലായ്മ. വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമം, നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അഹിംസാത്മകം. അപ്പോൾ ആ ഒരു അഹിംസാത്മകതയ്ക്ക് വേണ്ടിയും ദേശീയതയ്ക്ക് വേണ്ടിയും ഒരുപാട് പ്രൊമോട്ട് ചെയ്തൊരു മഹാനായ വ്യക്തിയായിരുന്നു ആരെ? മഹാത്മാ ഗാന്ധിജി. ഇതാണ് അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ ഓരോ ഘട്ടങ്ങൾ. 1859 ജനിച്ചു, 1891 അദ്ദേഹം ഒരു നിയമജ്ഞനായി. ഇംഗ്ലണ്ടിലാണ് നിയമം പഠിച്ചത്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലൈഫ് പ്ലാൻ ആണ് നമ്മളിവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് BR അംബേദ്കറെ കുറിച്ച് പറയാം. അംബേദ്കറിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൺസ്ട്രക്ഷൻ ആരാണ്? അംബേദ്കർ ആണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ ശില്പി എന്നാണ് അംബേദ്കറെ അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 14th April 1851, അതായത് 1891 ഏപ്രിൽ 14 അംബേദ്കർ രത്നഗിരിയിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 1891 ഏപ്രിൽ 14 BR അംബേദ്കർ ജനിച്ചത്. ഫ്രം ആൻ അൺടച്ചബിൾ ദളിത് കമ്മ്യൂണിറ്റി, അദ്ദേഹം ഒരു ദളിത് കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മദർ ഡെഡ് വെൻ ഹി വാസ് 6, 6-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടു. അങ്ങനെ ആ മരണത്തിന് ശേഷം അദ്ദേഹം ഒരുപാട് ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. നമുക്കറിയാം, വിദ്യാലയത്തിന്റെ പുറത്ത്, അതായത് വിദ്യാലയത്തിന്റെ പുറത്ത്, അതായത് അദ്ദേഹം പഠനം പൂർത്തീകരിച്ചത്, സ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വളരെയധികം ചൂഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം ആ വിദ്യാലയത്തിന്റെ അങ്കണത്തിൽ ഇരുന്നിട്ടാണ് ക്ലാസ് കേട്ടിരുന്നത്. കാരണം ക്ലാസ് റൂമിലേക്കൊന്നും അന്ന് കയറാൻ പാടില്ല, കാരണം ദളിതരല്ലേ. അങ്ങനെ അതാണ് അദ്ദേഹത്തിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ഇൻസ്പിറേഷനാണ്. കാരണം പഠിക്കണം എന്നുള്ള ആള് എവിടെ ഇരുന്നാലും പഠിക്കും എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിളാണ് ഡോക്ടർ BR അംബേദ്കർ. കാരണം അദ്ദേഹം ക്ലാസിന്റെ പുറത്ത്, വരാന്തയുടെയും പുറത്തിരുന്ന് ക്ലാസ് കേട്ട് പഠിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന എഴുതിയ മഹാനാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹം ഈ ഒരു വിവേചനം അദ്ദേഹം ഒരുപാട് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. അതിനെതിരെ എതിർത്തൊരു വ്യക്തിയുമാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പഠനം നടത്തിയത് എവിടേക്കായിരുന്നു? സ്റ്റഡീഡ് ഇൻ മുംബൈ, കൊളംബിയ യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലായിരുന്നു അദ്ദേഹം. മുംബൈയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തീകരിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച, ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ജോൺ ഡിവേ. ഈ ലണ്ടനിൽ വെച്ച് അദ്ദേഹം പഠനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരുന്നു? ജോൺ ഡിവേ എന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ബിക്കം ഗ്രേറ്റസ്റ്റ് ലീഡർ ഓഫ് ദളിത്, അതുകൊണ്ട് തന്നെ ദളിതരുടെ മഹാനായ നേതാവായിട്ടാണ് അംബേദ്കറെ അറിയപ്പെട്ടത്. വർക്ക്ഡ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഇമാനിസിപ്പേഷൻ, അതേപോലെ തന്നെ സമത്വത്തിന് വേണ്ടിയും മോചനത്തിന് വേണ്ടിയുമാണ് അദ്ദേഹം പോരാടിയത്. വർക്കർ ഫോർ ഈക്വാലിറ്റി ആൻഡ് ഇമാനിസിപ്പേഷൻ, അതായത് സമത്വത്തിനും അതേപോലെ തന്നെ മോചനത്തിനും വേണ്ടി പോരാടിയ ഒരു മഹാനായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗേവ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ സോഷ്യൽ ഈക്വാലിറ്റി, സാമൂഹിക സമത്വത്തിനുള്ള നിയമപരമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഗേവ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ സോഷ്യൽ ഈക്വാലിറ്റി, സാമൂഹിക സമത്വത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിയമപരമായിട്ടുള്ള സംഹിതകൾ ഉണ്ടാക്കിയത്. കീ റോൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഒപ്പോസ്ഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം ജാതി വിവേചനത്തിനെതിരെ പോരാടി.
വിഷൻ ഫോർ സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതേപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതിക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു. വിഷൻ ഫോർ സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി. ഇതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇനി ഗാന്ധി പൊളിറ്റിക്കൽ കരിയർ നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് 1950-ലാണ്. ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നു. 20 വർഷത്തോളം കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അവിടെ ഉള്ളവർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം 1950-ൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഫോളോഡ് നോൺ വയലൻസ്, ഹിന്ദ് സ്വരാജ്. അദ്ദേഹം അഹിംസയ്ക്ക് വേണ്ടി പോരാടി. അദ്ദേഹം ഫോളോ ചെയ്തത് നോൺ വയലൻസിനായിരുന്നു. മാത്രമല്ല ഹിന്ദ് സ്വരാജ് എന്ന ഒരു പ്രധാന തത്വം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആൻഡ് ദെൻ റിവൈവ്ഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതേപോലെ തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം വഹിച്ചു. ആദ്യ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ ഉയർന്ന വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധ ആളുകളെയും അതിലേക്ക് അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അങ്ങനെ ഒരു അപ്പർ ക്ലാസ് മാത്രമല്ലാതെ എല്ലാ വിധത്തിലുള്ള അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും സാൽവേഴ്സും അങ്ങനെ എല്ലാ വിധത്തിലുള്ള നാനാവിധ ഇന്ത്യക്കാരെ മുഴുവനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. അതേപോലെ തന്നെ ലെറ്റ് ഫ്രീഡം മൂവ്മെന്റ്, അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. മാത്രമല്ല ബിലീവ്ഡ് പൊളിറ്റിക്കൽ വാസ് ഈസ് യുഗധർമ്മ. എന്താ യുഗധർമ്മ എന്ന് പറഞ്ഞാൽ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ യുഗധർമ്മമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ ധർമ്മമാണ്, അതാണ് യുഗധർമ്മ. സോ മോശ ത്രൂ സർവീസ് ആൻഡ് പൊളിറ്റിക്സ്, സേവനവും രാഷ്ട്രീയവും വഴി മോശം ലക്ഷ്യമിട്ടു. അദ്ദേഹം മോശത്തെ എങ്ങനെയാണ് കണ്ടത്? സർവീസ്, സേവനത്തിലൂടെ, ആൻഡ് പൊളിറ്റിക്സിലൂടെ രാഷ്ട്രീയത്തിലൂടെയും സർവീസിലൂടെയുമാണ് മോശപ്രാപ്തി കൈക്കൊള്ളുക എന്നതാണ് നമ്മുടെ മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായി വളരെ ഷോർട്ടായിട്ടാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഒരു യൂണിറ്റ് ഫുള്ളായിട്ടും ഗാന്ധി അംബേദ്കർ രണ്ട് പേരെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഗാന്ധി അഡ്വാൻസിംഗ് ഫോർ സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്, ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങളായിട്ടുള്ള സത്യാഗ്രഹത്തെക്കുറിച്ചും നോൺ വയലൻസ് അക്രമരാഹിത്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അഹിംസാ തത്വം അല്ലേ. അപ്പൊ ഗാന്ധിജിയുടെ ഇമ്പോർട്ടന്റ് അഡ്വക്കൻസിയാണ്, നിർദ്ദേശമാണ് എന്ത്? സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. സത്യാഗ്രഹവും അഹിംസയും, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഗാന്ധി ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് സത്യാഗ്രഹ എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ഫേംലി ടു ട്രൂത്ത്. സത്യ പ്ലസ് ഗ്രഹ, സത്യ ആൻഡ് ഗ്രഹ, ഇത് രണ്ടും ചേർന്നതാണ് എന്ത്? സത്യാഗ്രഹ. ഇനി സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ട്രൂത്തിൽ ഉറച്ചു നിൽക്കുക, അതാണ് സത്യാഗ്രഹ. ഗാന്ധിജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഗാന്ധിജിയുടെ ജീവിതം മുഴുവനും ഈ ഒരു ആശയത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ഇത് നമ്മൾക്കും പ്രചോദനമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സത്യം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് അല്ലേ. കുരുക്ഷേത്ര യുദ്ധത്തില്, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്, സത്യം എവിടെയാണോ അവിടെയാണ് ധർമ്മം. അതേപോലെ തന്നെ ഗാന്ധിജിയും നമ്മളോട് പറയുന്നുണ്ട് എന്ത്? സത്യത്തിൽ ഉറച്ചു നിൽക്കുക, സത്യത്തിലൂടെയാണ് വിജയം കണ്ടെത്താൻ സാധിക്കുള്ളൂ. നമുക്ക് തെറ്റിങ്ങനെ ചെയ്യാം, പക്ഷെ അത് താൽക്കാലിക നിമിഷമേ ഉള്ളൂ. ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് മൂടപ്പെടും, സത്യം തന്നെ പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രധാന ആശയം
അദ്ദേഹം സമൂഹത്തിന് നൽകിയ ഒരു പ്രധാന ആശയമാണ്, വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള ഒരു പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ് ഏത് സത്യാഗ്രഹ എന്ന അദ്ദേഹത്തിന്റെ ആ തത്വം. അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു? ഹോൾഡിംഗ് ഫേംലി ടു ട്രൂത്ത്, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ സത്യ പ്ലസ് ഗ്രഹ, സത്യ പ്ലസ് ഗ്രഹയാണ് എന്ത്? സത്യാഗ്രഹ, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എഗെയിൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് അദ്ദേഹം 1906 ജോഹൻസ്ബർഗിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയിലെ വർഗീയ വിവേചനത്തിനെതിരെ ശക്തമായി എതിർത്തിരുന്നു. ആ വിവേചനത്തിലും അദ്ദേഹം ഫോളോ ചെയ്തത് എന്താണ്? സത്യാഗ്രഹ. ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എഗെയിൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ 1906 ജോഹൻസ്ബർഗ്. ഇപ്പൊ ജോഹൻസ്ബർഗിലുള്ള സൗത്ത് ആഫ്രിക്കയിലെ ജോഹൻസ്ബർഗിൽ അദ്ദേഹം ഫോളോ ചെയ്ത്, അതായത് വിവേചനത്തിനെതിരെ അദ്ദേഹം ഫോളോ ചെയ്ത, ഫൈറ്റ് ചെയ്ത ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു എന്ത്? സത്യാഗ്രഹ. ബേസ്ഡ് ഓൺ ട്രൂത്ത്, മൊറാലിറ്റി, നോൺ വയലൻസ് ആൻഡ് സെൽഫ് സഫറിംഗ്. സത്യം, മൊറാലിറ്റി ധാർമ്മികത, നോൺ വയലൻസ് അഹിംസ, ആൻഡ് സെൽഫ് സഫറിംഗ് സ്വയം സഹനം. ഇത് ഈ പ്രധാന ഘടകങ്ങൾ, ഈ 4 ഘടകങ്ങളെയാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ 4 ഘടകങ്ങളും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അയാളെ ശരിക്കും മഹാത്മൻ എന്ന് വിളിക്കാം. അവരാണ് യഥാർത്ഥത്തിൽ ഗോഡ്. ട്രൂത്ത്, മൊറാലിറ്റി, നോൺ വയലൻസ്, സെൽഫ് സഫറിങ്. ട്രൂത്ത് പറഞ്ഞാൽ സത്യം, മൊറാലിറ്റി പറഞ്ഞാൽ ധാർമ്മികത, നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അഹിംസ, അതായത് ഹിംസിക്കാതിരിക്കുക, സെൽഫ് സഫറിങ് സ്വയം സഹിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, മഹാത്മനായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും ഫോളോ ചെയ്ത, ബേസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ആരെ? മഹാത്മാ ഗാന്ധി. ഈ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് പെർസ്യൂസിങ് നോട്ട് ഫോഴ്സ്. ബലമല്ല പ്രയോഗം, പ്രേരണയും മൊറാലിറ്റിയുമാണ് സമരരീതി. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? എ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് പെർസ്യൂസിങ് നോട്ട് ഫോഴ്സ്. ഒരിക്കലും ഒരു ബലത്തിലൂടെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നമ്മൾ പെർസ്യൂഷൻ, അതായത് നമ്മൾ നൈതികമായ ശക്തിയാണ് സമരത്തിന് ഉപയോഗിക്കേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മൊബിലൈസ്ഡ് മാസസ് ആൻഡ് എംപവേർഡ് ദ പുവർ ആൻഡ് പവർലെസ്. അതേപോലെ തന്നെ മൊബിലൈസ്ഡ് മാസസ് ആൻഡ് എംപവേർഡ് ദ പുവർ ആൻഡ് പവർലെസ്. സാധാരണ ജനങ്ങളെ, ദരിദ്രരെയും ശക്തിപ്പെടുത്തുന്നതിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നമ്മളുടെ മാനുഷികമായിട്ടുള്ള ശക്തിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം മൊബിലൈസ് ചെയ്യണം. നമ്മൾ മൊബിലൈസ്ഡ് മാസസ് ആൻഡ് എംപവേർഡ് പുവർ ആൻഡ് പവർലെസ്, അതായത് സാധാരണ ജനങ്ങളെയും ദരിദ്രരെയും ശക്തിപ്പെടുത്താനാണ്, മൊബിലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഫോഴ്സ്, നമ്മളെ ശക്തി കാണിക്കല്ല വേണ്ടേ. പുവേഴ്സ് പീപ്പിളിനെയും പവർലെസ് എന്ന് പറഞ്ഞാൽ തീരെ അശക്തരായ ആളുകളെയും മൊബിലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി വ്യക്തമാക്കിയത്. ഹെൽപ്ഡ് എക്സ്പോസ് ഇൻജസ്റ്റിസ് ആൻഡ് വീക്കൻ ബ്രിട്ടീഷ് അതോറിറ്റി. അനീതിയെ പുറത്തു കൊണ്ടുവന്ന് ബ്രിട്ടീഷ് അധികാരത്തെ ദുർബലമാക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഹെൽപ്ഡ് എക്സ്പോസ് ഇൻജസ്റ്റിസ്. ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? അനീതിയെ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് എന്തിന്റെ ശക്തി കുറയ്ക്കണം? വീക്കൻ ബ്രിട്ടീഷ് അതോറിറ്റി. ബ്രിട്ടീഷ് അധികാരത്തെ ദുർബലമാക്കണം. പ്രൊമോട്ട് റാഷണൽ പെർസ്യൂഷൻ ആൻഡ് മോറൽ പ്രഷർ. അതേപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള പ്രേരണയും ധാർമ്മികമായിട്ടുള്ള സമ്മർദ്ദവും ഉപയോഗിക്കുക. പ്രൊമോട്ട് റാഷണൽ പെർസ്യൂഷൻ, അതായത് യുക്തിപരമായിട്ടുള്ള പ്രേരണയ്ക്കും മോറൽ പെർസ്യൂ, ധാർമ്മികപരമായിട്ടുള്ള സമ്മർദ്ദത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് അദ്ദേഹം സത്യാഗ്രഹ എന്ന തത്വത്തിലൂടെ വ്യക്തമാക്കി. ഇതൊക്കെ അദ്ദേഹം സത്യാഗ്രഹ എന്ന തത്വത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ എയിംസ് അറ്റ് റിമൂവൽ ഓഫ് കോൺഫ്ലിക്ട് ത്രൂ ചേഞ്ച് ഓഫ് ഹേർട്ട്. അതേപോലെ പിന്നെന്താ പറയുന്നത്? ഹൃദയ പരിവർത്തനത്തിലൂടെ സംഘർഷങ്ങൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. എയിംസ് അറ്റ് റിമൂവൽ ഓഫ് കോൺഫ്ലിക്ട് ത്രൂ ചേഞ്ച് ഓഫ് ഹേർട്ട്. നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിലൂടെ എന്തില്ലാതാക്കാൻ സാധിക്കും?
കോൺഫ്ലിക്റ്റ്, സംഘർഷങ്ങൾ ഒഴിവാക്കാം. ശരിയാണ് അല്ലെ? നമ്മൾ പല സാഹചര്യങ്ങളും നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് പല സംഘർഷങ്ങളും ഇല്ലാതാക്കാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അവിടെ സംഘർഷം സൃഷ്ടിക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ പരമാവധി സംഘർഷം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം സത്യാഗ്രഹത്തിലൂടെ പറയുന്നത്? ഹേർട്ട് ചേഞ്ച് ഓഫ് ഹേർട്ട്, മനസ്സിനെ മാറ്റിയെടുക്കുക. എയിം അറ്റ് റിമൂവൽ ഓഫ് കോൺഫ്ലിക്ട് ത്രൂ ചേഞ്ച് ഓഫ് ഹേർട്ട്, അതായത് സംഘർഷം ഇല്ലാതാക്കണമെങ്കിൽ മനസ്സിനെ മാറ്റിയെടുക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബിൽഡിംഗ് യൂണിറ്റി അക്രോസ് കമ്മ്യൂണിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, അതേപോലെ തന്നെ വിവിധ സമൂഹങ്ങളുടെയും രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ഐക്യം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പൊ സത്യാഗ്രഹത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാണ്? ബിൽഡ് യൂണിറ്റി അക്രോസ് കമ്മ്യൂണിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, വിവിധ സമൂഹങ്ങളെയും രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ഐക്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കൺസിഡർഡ് എ ടൂൾ ഫോർ സ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതേപോലെ തന്നെ സാമൂഹികവും ഘടനാപരമായ മാറ്റങ്ങളുടെ ടൂളുകൾ പരിഗണിക്കാൻ ശ്രമിച്ചു. കൺസിഡർഡ് എ ടൂൾ ഫോർ സ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഘടനാപരവും സാമൂഹികപരമായ മാറ്റങ്ങളുടെ ആ ടൂള്, അതിന് വേണ്ട ടൂളുകൾ പരിഗണിക്കാൻ ആര് ശ്രമിച്ചു? സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ശ്രമിച്ചു. റീപ്ലേസസ് വയലന്റ് സ്ട്രഗിൾ വിത്ത് ഡിസ്പ്ലെയിൻഡ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, ഹിംസാപരമായ സമരങ്ങൾക്ക് പകരം സമാധാനപരമായിട്ടാണ് പ്രതിഷേധം കാണിക്കേണ്ടത്. റീപ്ലേസസ് വയലന്റ് സ്ട്രഗിൾ, വയലന്റ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹിംസ, കൊന്നുകൊണ്ടുള്ള, മറ്റുള്ളവരെ വധിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രഗിളിനെ അദ്ദേഹം എന്ത് ചെയ്തു? റീപ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി. എന്നിട്ട് എങ്ങനെ സ്ട്രഗിൾ ചെയ്യാനാ പറയണേ? ഡിസിപ്ലിൻഡ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, സമാധാനപരമായിട്ടാണ് പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത്. പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് പറഞ്ഞാൽ എന്താണ്? സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ലാതെ റീപ്ലേസ് വയലന്റ് സ്ട്രഗിൾ, അതായത് ഹിംസാപരമായിട്ടുള്ള സ്ട്രഗിളിനെ അദ്ദേഹം എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു, മാറ്റി. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, എൻകറേജ് കറേജസ് സാക്രിഫൈസ് ആൻഡ് മോറൽ അവേക്കനിങ്. അതായത് കവറേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം. സാക്രിഫൈസ് ചെയ്യാൻ എന്താ? ത്യാഗം. മോറൽ അവേക്കനിങ് എന്ന് പറഞ്ഞാല് ധാർമ്മികമായിട്ടുള്ള ബോധം എന്നിവയൊക്കെ എൻകറേജ്, പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ത്യാഗവും അതേപോലെ തന്നെ പിന്നെ ധൈര്യം, കവറേജ്, സാക്രിഫൈസ് ആൻഡ് മോറൽ അവേക്കനിങ്, അതായത് ധൈര്യവും സാക്രിഫൈസ് എന്ന ത്യാഗവും മോറൽ അവേക്കനിങ് ധാർമ്മികപരമായിട്ടുള്ള അറിവിനൊക്കെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഏതിലൂടെ? സത്യാഗ്രഹത്തിലൂടെ. ഇപ്പൊ സത്യാഗ്രഹ എന്ന തത്വത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച പോയിന്റ്സുകളാണ് ടീച്ചർ ഇവിടെ അനലൈസ് ചെയ്തത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, ഏകദേശം 12 പോയിന്റുകളുണ്ട് സത്യാഗ്രഹ എന്ന ആശയത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ എന്താണ് അഹിംസയിലൂടെ അദ്ദേഹം എന്താണ് മുന്നോട്ട് വെച്ചത് നോക്കാം. ഗാന്ധിജിയുടെ 2 തത്വങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. സത്യാഗ്രഹത്തിലൂടെ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇനി നോൺ വയലൻസ്, അഹിംസയിലൂടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് നോക്കൂ. ഹയസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾസ് ഫോർ ഗാന്ധി. അദ്ദേഹം ഒരുപാട് ധാർമ്മികപരമായിട്ടുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഹയസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മികപരമായിട്ടുള്ള തത്വങ്ങളാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? മുന്നോട്ട് വെച്ചത്. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഏതിൽ വരുന്നതാണ്? നോൺ വയലൻസിൽ, അഹിംസയിൽ വരുന്നതാ. അപ്പൊ ഗാന്ധിജിയുടെ അഡ്വക്കൻസിയാണ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. സത്യാഗ്രഹത്തിൽ വരുന്നത് 12 പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ നോൺ വയലൻസില് 10 പോയിന്റ്സോളം ഏതിലും വരുന്നുണ്ട്, നോൺ വയലൻസിലും വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നോൺ വയലൻസിൽ എന്താണ് ഡിസ്കഷൻ നടത്തുന്നത്? ഹയസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾ ഫോർ ഗാന്ധി, അതായത് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാന തത്വമാക്കണമെന്ന് ഗാന്ധിജി വ്യക്തമാക്കി. റൂട്ടഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ ട്രഡീഷൻ, പുരാതന ഭാരതീയ സംസ്കാരത്തിലൂടെ വേരൂന്നിയതായിരിക്കണം.
നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഏതില് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, വേരൂന്നി നിൽക്കുക. അപ്പൊ എന്തിലേക്ക് വേരൂന്നിയതായിരിക്കണം? ഇൻ ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷൻ, പുരാതന ഭാരതീയ സംസ്കാരത്തിൽ വേരൂന്നിയതായിരിക്കണം എന്നാണ് അത്. അപ്പൊ പുരാതന ഭാരതീയ സംസ്കാരത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതിലൂടെ വേരൂന്നണം എന്നൊക്കെ അദ്ദേഹം പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? സെൻട്രൽ ടു ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിരുന്നു നോൺ വയലൻസിലെ അദ്ദേഹത്തിന്റെ പ്രധാന കേന്ദ്ര ആശയം. സെൻട്രൽ ടു ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എ കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഫോർ സോഷ്യോ പൊളിറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ, അതായത് സാമൂഹ്യ രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു സൃഷ്ടിപരമായ മാർഗമാണ് അദ്ദേഹം ഏതിലൂടെ കണ്ടെത്തിയത്? നോൺ വയലൻസ്. എ കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഫോർ സോഷ്യോ പൊളിറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ, സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള പരിവർത്തനത്തിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടാണ് അദ്ദേഹം എന്തിനെ കണ്ടത്? നോൺ വയലൻസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റിജക്ട് വയലൻസ് ആസ് ഇമോറൽ ആൻഡ് ഇൻഎഫക്റ്റീവ്. ഹിംസയെ അദ്ദേഹം എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. റിജക്ട് വയലൻസ് ആസ് ഇമോറൽ, വയലൻസിനെ അതായത് ഹിംസ എന്ന് പറയുന്നത് അനൈതികമാണ്, ഇമ്മോറലാണ്, ധാർമ്മികമില്ലാത്തതാണ്, അത് ഇൻഎഫക്റ്റീവ് ആണ്, അത് നമുക്ക് ഫലം നൽകുന്നില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്തിനെ റിജക്ട് ചെയ്തു? വയലൻസിനെ റിജക്ട് ചെയ്തു. റിജക്ട് വയലൻസ്, വയലൻസിനെ അക്രമത്തെ ഗാന്ധിജി റിജക്ട് ചെയ്തു. കാരണം എന്തുകൊണ്ടാ? ഇമ്മോറൽ ആൻഡ് ഇൻഎഫക്റ്റീവ്, അത് ധാർമ്മികമല്ല, അത് എങ്ങനെയാണ് ധാർമ്മികത്തെ ഇല്ലാതാക്കുന്നത്, ഇമ്മോറലും ഇൻഎഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഗാന്ധിജി വയലൻസിനെ റിജക്ട് ചെയ്തത്. വയലൻസ് ഫെയിൽസ് ടു ചേഞ്ച് ദ ഒപ്പോണൻസ് ബിലീഫ് ഓർ ട്രൂത്ത്. അതേപോലെ തന്നെ വയലൻസ് ഫെയിൽസ് ടു ചേഞ്ച് ദ ഒപ്പോണൻസ്, വിശ്വാസത്തെയും ട്രൂത്തിനെയും ഒക്കെ ഇല്ലാതാക്കാൻ ഏത് കാരണമാകുന്ന പറയുന്നത്? വയലൻസ്. മാത്രല്ല വയലൻസ് ഫെയിൽ ടു ചേഞ്ച് ദ ഒപ്പോണൻസ് ബിലീഫ് ഓർ ട്രൂത്ത്, അതായത് വയലൻസ് എന്ത് ഇല്ലാതാക്കാൻ സാധിക്കുന്നു? വയലൻസിലൂടെ വിശ്വാസവും സത്യസന്ധതയും നഷ്ടപ്പെടുന്നു. നോൺ വയലൻസ് ലീഡ്സ് ടു പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ, എന്നാൽ അഹിംസാപരമായിട്ടുള്ള നോൺ വയലൻസ് ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് പീസ്ഫുൾ സമാധാനത്തിലേക്കും അതേപോലെ തന്നെ സമാധാനപരമായ അധികാരത്തിലേക്ക് അത് വഴിയൊരുക്കുന്നു. നോൺ വയലൻസ് ലീഡ്സ് ടു പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ. ഒരു അഹിംസയുടെ പാതയിലൂടെ പോകുമ്പോൾ അത് സമാധാനപരമായിട്ടുള്ള അധികാരത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഗാന്ധിജി വ്യക്തമാക്കുന്നത്. അപ്പീൽസ് ടു ബോത്ത് ഹേർട്ട് ആൻഡ് മൈൻഡ്, അത് ഹൃദയത്തെയും ബുദ്ധിയെയും അത് വളരെയധികം സ്വാധീനിക്കുന്നു. ക്രിയേറ്റ് ഹാർമണി ആൻഡ് മ്യൂച്വൽ ഗുഡ് വിൽ, ഹൃദയത്തെയും ഐക്യവും സൗഹൃദവും വളർത്താൻ. ക്രിയേറ്റ് ഹാർമണി, അതായത് നമുക്ക് ഐക്യവും മ്യൂച്വൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാല് സൗഹൃദം, അതായത് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാകുന്നു. എന്ത് ഫോളോ ചെയ്യുമ്പോൾ? നോൺ വയലൻസ് ഫോളോ ചെയ്യുമ്പോൾ. സീൻ ആസ് എ യൂണിവേഴ്സൽ എത്തിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ വെപ്പൺ, സാർവലൗകികവും യൂണിവേഴ്സൽ എത്തിക്കൽ, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള സാർവത്രികമായിട്ടുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഏത്? നോൺ വയലൻസ് എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി. സീൻ ആസ് എ യൂണിവേഴ്സൽ എത്തിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ വെപ്പൺ, അതായത് ഹിംസാമാർഗം ഒഴിവാക്കി അഹിംസാമാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, നോൺ വയലൻസ് ഫോളോ ചെയ്യുമ്പോൾ അത് എന്തിനു കാരണമാകും? യൂണിവേഴ്സൽ എത്തിക്കൽ, അതായത് സാർവലൗകികമായ കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആയുധമായും എന്ത് മാറും? നോൺ വയലൻസ്, അഹിംസ മാറും എന്നാണ് ഗാന്ധിജി വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഈ ഗാന്ധിജിയുടെ രണ്ട് ആശയം. അഡ്വക്കൻസിയാണ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. അപ്പൊ ആ രണ്ട് ആശയത്തിലും വരുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ പോയിന്റ്സുകൾ എഴുതിയെടുക്കുക കേട്ടോ.
നമ്മൾക്ക് അംബേദ്കറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കഷൻ നടത്താൻ അതെ, അംബേദ്കറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കഷൻ നടത്താനുണ്ട്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്ന, അതായത് ഈ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗാന്ധിയൻ ലെഗസി ഓഫ് നാഷണലിസം ആൻഡ് സെക്യുലറിസം. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വാദങ്ങളായിട്ടുള്ള നാഷണലിസത്തെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തെക്കുറിച്ചും നോൺ വയലൻസിനെ കുറിച്ചും ഡിസ്കഷൻ നടത്തിയതാണ്. ഇനി അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടുള്ള ലെഗസി ആയിട്ടുള്ള നാഷണലിസം ആൻഡ് സെക്യുലറിസം. ഗാന്ധിസം, നാഷണലിസം. എന്താണ് ഗാന്ധിയൻ നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗാന്ധിയൻ നാഷണലിസത്തിൽ ഡിസ്കഷൻ നടത്തുന്നത്? വളരെ സിമ്പിൾ പോയിന്റ് ആയിട്ട് ഇവിടെ ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ഗാന്ധിജിയുടെ ജീവിതവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ വ്യക്തമാക്കി, പിന്നെ നമ്മൾ അതിൽ സത്യാഗ്രഹം എന്താണെന്നും നോൺ വയലൻസ് എന്താണെന്നും ഡിസ്കഷൻ ചെയ്തു. ഇനി നമ്മൾ ഗാന്ധിജി ഐഡിയോളജി ആയിട്ടുള്ള ഗാന്ധിയസത്തിലെ നാഷണാലിസത്തെക്കുറിച്ചും ഗാന്ധിയൻ നാഷണാലിസത്തെക്കുറിച്ചും ഗാന്ധിയൻ സെക്യുലറിസത്തെക്കുറിച്ചുമാണ് ഡിസ്കഷൻ നടത്തുന്നത്. ഗാന്ധിയൻ നാഷണാലിസം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? നോ സിംഗിൾ യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഓഫ് നാഷണാലിസം. അതായത് ദേശീയതയ്ക്ക്, നാഷണാലിസത്തിന് ഒരു സിംഗിളായിട്ടുള്ള ഒരു സർവ്വസാധാരണമായ നിർവചനം നൽകാൻ സാധ്യമല്ല. നോ സിംഗിൾ യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഓഫ് നാഷണാലിസം. നാഷണാലിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിംഗിളായിട്ടുള്ള, അതായത് ഒരു ഏകമായ സർവ്വസാധാരണമായ ഒരു നിർവചനം ഏതിന് നൽകാൻ കഴിയില്ല? നാഷണാലിസത്തിന് നൽകാൻ സാധിക്കില്ല. നോ സിംഗിൾ യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഓഫ് നാഷണാലിസം. നാഷണാലിസത്തെക്കുറിച്ച് ഒരു ഏകമായ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട നിർവചനം ഒരിക്കലും നൽകാൻ സാധ്യമല്ല. ഗാന്ധി ലിങ്ക്ഡ് നാഷണാലിസം വിത്ത് പാട്രിയോട്ടിസം പ്ലസ് പൊളിറ്റിക്കൽ ഫ്രീഡം. ഗാന്ധിജി ദേശീയതയെ എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് ലിങ്ക് ചെയ്തത്? നാഷണാലിസത്തെ ഗാന്ധി പാട്രിയോട്ടിസമായിട്ടും പൊളിറ്റിക്കൽ ഫ്രീഡമായിട്ടുമാണ് ലിങ്ക് ചെയ്തത്. ഗാന്ധിജി ദേശീയതയെ ദേശസ്നേഹത്തോടും അതേപോലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടും ബന്ധിപ്പിച്ചു. ഗാന്ധി ലിങ്ക്ഡ് നാഷണാലിസം വിത്ത് പാട്രിയോട്ടിസം പ്ലസ് പൊളിറ്റിക്കൽ ഫ്രീഡം. ഗാന്ധി നാഷണാലിസത്തെ പാട്രിയോട്ടിസവുമായും പൊളിറ്റിക്കൽ ഫ്രീഡവുമായും ലിങ്ക് ചെയ്തു. ദേശസ്നേഹവുമായും രാഷ്ട്രീയ സ്വാതന്ത്ര്യവുമായി ലിങ്ക് ചെയ്തു. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, ഇന്ത്യൻ നാഷണലിസം നോട്ട് റിലീജിയൻ ബേസ്ഡ് ഇൻക്ലൂഡ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് കൊളോണിയലിസം. ഇന്ത്യൻ ദേശീയത ഒരിക്കലും ഒരു മതാധിഷ്ഠിതമല്ല. ഇന്ത്യൻ നാഷണലിസം നോട്ട് റിലീജിയൻ ബേസ്ഡ് ഇൻക്ലൂഡ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് കൊളോണിയലിസം. അതേപോലെ തന്നെ അത് കൊളോണിയലിസത്തിനോടുള്ള എതിർപ്പാണ്. ഇന്ത്യൻ ദേശീയത ഒരിക്കലും ഒരു മതാധിഷ്ഠിതമല്ല, റിലീജിയൻ അല്ലാതെ എന്തിനോടുള്ള എതിർപ്പാണ്? കൊളോണിയലിസത്തിനോടുള്ള സ്ട്രഗിളാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, emphasized നോൺ വയലൻസ്, സത്യാഗ്രഹ, സ്വരാജ് ഫോർ ഓൾ സെക്ഷൻ. അതേപോലെ അഹിംസ, സത്യാഗ്രഹം, സ്വരാജ് എന്നിവ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് അദ്ദേഹം നാഷണാലിസത്തിലൂടെ പറയുന്നത്. emphasized നോൺ വയലൻസ്, സത്യാഗ്രഹ, സ്വരാജ് ഫോർ ഓൾ സെക്ഷൻ. എല്ലാ സെക്ഷനും വേണ്ടിയിട്ടുള്ളതാണ് നോൺ വയലൻസും സത്യാഗ്രഹവും സ്വരാജും. ഒപ്പോസ്ഡ് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഇൻടു ഹിന്ദു മുസ്ലിം സ്റ്റേറ്റ്. അതേപോലെ തന്നെ അദ്ദേഹം ഹിന്ദു മുസ്ലിം വിഭജനത്തിനെ എതിർത്തിരുന്നു. ഒപ്പോസ്ഡ് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഇൻടു ഹിന്ദു ആൻഡ് മുസ്ലിം സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു ഹിന്ദു മുസ്ലിം രാജ്യങ്ങളായി വിഭജിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, വർക്ക്ഡ് ഫോർ കമ്മ്യൂണൽ ഹാർമണി. അതേപോലെ തന്നെ എവിടെ? നഗാലി ആൻഡ് ബീഹാർ. നഗാലിയിലും ബീഹാറിലും അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? വർക്ക്ഡ് ഫോർ കമ്മ്യൂണൽ ഹാർമണി. അതായത് സമുദായത്തിൻ്റെ ഹാർമണി, സൗഹൃദത്തിനായി അദ്ദേഹം നഗാലിയിലും ബീഹാറിലും പ്രവർത്തിച്ചു.
വർക്ക്ഡ് ഫോർ കമ്മ്യൂണൽ ഹാർമണി നൗഗാലി ആൻഡ് ബീഹാർ. ബീഹാറിലും നൗഗാലിയിലും ഒക്കെ അദ്ദേഹം ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സമുദായത്തിൻ്റെ സൗഹാർദ്ദത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. നാഷണലിസം ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, റിലീജിയസ് ടോളറൻസ്. അതേപോലെ തന്നെ ദേശീയത എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? സാമൂഹിക നീതിക്ക് വേണ്ടിയും അതേപോലെ തന്നെ മതസഹിഷ്ണുതയ്ക്ക് വേണ്ടിയുമുള്ളതായിരുന്നു. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. അപ്പോൾ നാഷണലിസം ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, ദേശീയതയെ എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തിയത്? സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടും റിലീജിയസ് ടോളറൻസ് അതേപോലെ തന്നെ മത സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം നാഷണലിസത്തെ ബേസ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 2, 4, 6, 7 ഏകദേശം 7 പോയിന്റോളം വരുന്ന കാര്യങ്ങളാണ് ഗാന്ധിയൻ്റെ നാഷണലിസത്തിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. അടുത്തതാണ് ഗാന്ധിയൻ സെക്കുലാറിസം. ഗാന്ധിജിയുടെ സെക്കുലാറിസത്തെ കുറിച്ചാണ് നമ്മൾ നിങ്ങൾക്കൊരു ഇത് വ്യക്തമാക്കി തരുന്നത്. എന്താണ് സെക്കുലർ എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ്, ഒരു മതേതര രാഷ്ട്രത്തെയാണ് സെക്കുലാറിസം എന്ന് പറയുക. അപ്പോൾ ഗാന്ധിയുടെ മതനിരപേക്ഷത എന്നുകൊണ്ട് എന്താ ഇവിടെ നോക്കൂ. ഇന്ത്യൻ സെക്കുലറിസം ഡിഫേഴ്സ് ഫ്രം വെസ്റ്റേൺ മോഡൽ. അതായത് പാശ്ചാത്യ മാതൃകയിൽ നിന്നും ഇന്ത്യയുടെ മതനിരപേക്ഷത വളരെ വ്യത്യസ്തമാണ്. വെസ്റ്റേൺ മോഡലിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ സെക്കുലാറിസം. ഗാന്ധി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് റിലീജിയൻ ബേസ്ഡ് പൊളിറ്റിക്സ്. അതേപോലെ തന്നെ ഗാന്ധിജി ശക്തമായി എന്തിനെ എതിർത്തിരുന്നു? റിലീജിയൻ, അതായത് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയത്തെ ഗാന്ധിജി ശക്തമായി എതിർത്തു. ഗാന്ധി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് റിലീജിയൻ ബേസ്ഡ് പൊളിറ്റിക്സ്, ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പൊളിറ്റിക്സിനെ ഗാന്ധിജി ശക്തമായി എതിർത്തു. ഈക്വൽ റെസ്പെക്റ്റ് ഫോർ ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം അഥവാ എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റിലീജിയൻ മസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം പൊളിറ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ മതം എന്നത് രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസത്തിലും മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു? വേർതിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. ഒരിക്കലും രാഷ്ട്രീയത്തിലേക്കും എഡ്യൂക്കേഷനിലേക്കും എന്തിനെ കൊണ്ടുവരാൻ പാടില്ല? മതത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റിലീജിയൻ മസ്റ്റ് ബി സെപ്പറേറ്റ്, മതത്തെ സെപ്പറേറ്റ് ചെയ്യണം. എന്തിൽ നിന്ന്? പൊളിറ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ നിന്നും പൊളിറ്റിക്സിൽ നിന്നും റിലീജിയനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഗാന്ധിജി വ്യക്തമാക്കി. ആൻഡ് ദെൻ നോ റിലീജിയൻ ഷുഡ് ഡോമിനേറ്റ് അനദർ. അതേപോലെ തന്നെ ഒരു മതത്തിനും മറ്റൊന്നുമേൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡോമിനേറ്റ്, ആധിപത്യം പുലർത്താൻ അനുവദിക്കരുത്. നോ റിലീജിയൻ ഷുഡ് ഡോമിനേറ്റ് അനദർ. ഒരു മതവും മറ്റൊരു റിലീജിയനുമായിട്ട് ആധിപത്യം പുലർത്താനുള്ള അവരേനെ ഒരു മതം മറ്റൊരു മതത്തെ കൺട്രോൾ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ പാടില്ല. നോ റിലീജിയൻ ഷുഡ് ഡോമിനേറ്റ് അനദർ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, സെക്കുലറിസം ഓഫ് യൂണിറ്റി എഗെയിൻസ്റ്റ് കമ്മ്യൂണലിസം. അതേപോലെ തന്നെ മതനിരപേക്ഷത എതിരായ ഒരു ശക്തിയാണ്, ഐക്യശക്തിയാണ്. സെക്കുലറിസം ഓഫ് യൂണിറ്റി എഗെയിൻസ്റ്റ് കമ്മ്യൂണലിസം. അതായത് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താ? സമുദായവാദം അല്ലേ? അപ്പോൾ സമുദായത്തിന് അല്ലെങ്കിൽ സമുദായവാദത്തിനെതിരെയുള്ള ഒരു ശക്തിയായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? സെക്കുലറിസം ഓഫ് യൂണിറ്റി. മതനിരപേക്ഷത എന്ന് പറയുന്നത് സമുദായവാദത്തിനെതിരായ ഒരു ഐക്യശക്തിയാണ്. അപ്പോൾ കമ്മ്യൂണലിസത്തിനെതിരായ ഒരു ഐക്യശക്തിയായിട്ടാണ്, യൂണിറ്റി ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? സെക്കുലറിസം. നാഷൻ ഷുഡ് ബി ബിൽട്ട് ഓൺ ട്രൂത്ത്, പീസ്, നോൺ വയലൻസ് ആൻഡ് മൊറാലിറ്റി. അതേപോലെ തന്നെ രാജ്യത്ത് എന്ത് നിലനിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്? നാഷൻ ഷുഡ് ബി ബിൽട്ട് ഓൺ രാജ്യത്ത് ട്രൂത്ത്, പീസ്. ഇതൊക്കെ മുന്നുള്ള സത്യാഗ്രഹയിലൊക്കെ ടീച്ചർ പറഞ്ഞെന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ നാഷൻ ഷുഡ് ബി ബിൽട്ട് ഓൺ ട്രൂത്ത്, പീസ്, നോൺ വയലൻസ്, മൊറാലിറ്റി. അതായത് രാജ്യത്ത് സമാധാനവും സത്യസന്ധതയും അഹിംസയും ധാർമ്മികതയും നിലനിർത്താൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റിജക്റ്റഡ് ടു നാഷൻ തിയറി. ടു നാഷൻ തിയറി പറഞ്ഞാൽ എന്താ? 2 ഭരണം, ദ്വിഭരണം എന്നൊക്കെ പറയും.
രണ്ട് രാജ്യം വേണമെന്ന്, അതായത് ഇവിടെ ഇന്ത്യയെ രണ്ടാക്കി തിരിച്ചല്ലോ, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് തിരിക്കേണ്ടി വന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ അതിനെ സത്യത്തിൽ ഗാന്ധിജി റിജക്റ്റ് ചെയ്യുക ചെയ്തിരുന്നത്, എതിർക്കുകയാണ് ചെയ്തിരുന്നത്. റിജക്റ്റഡ് 2 നാഷൻ തിയറി, 2 നാഷൻ വേണമെന്ന ആ ആവശ്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? റിജക്റ്റഡ് ചെയ്തു. ഫോക്കസ്ഡ് ഓൺ ഈക്വാലിറ്റി, അബോളിഷ് അൺടച്ചബിലിറ്റി, റെഡ്യൂസ് റിച്ച് പുവർ ഗ്യാപ്പ്. അതായത് അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഫോക്കസ് ചെയ്തത്? ഫോക്കസ്ഡ് ഓൺ ഈക്വാലിറ്റി, സമത്വത്തിന് കേന്ദ്രീകരിക്കുകയും, അബോളിഷ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കുകയും, റെഡ്യൂസ് റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ്, പാവങ്ങളെന്നും പണക്കാരുമെന്നുള്ള ആ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ എന്താ കുറച്ചു കൊണ്ടുവരികയും, തൊട്ടുകൂടായ്മയെ അബോളിഷ് ചെയ്യുകയും, ഈക്വാലിറ്റിയെ ഫോക്കസ് ചെയ്യാനും ആര് ശ്രമിച്ചു? ഗാന്ധിജി ശ്രമിച്ചു. ഫോക്കസ്ഡ് ഓൺ ഈക്വാലിറ്റി, അബോളിഷ് അൺടച്ചബിലിറ്റി, റെഡ്യൂസ് റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ്, റിച്ച് എന്നും പുവർ എന്നും ആ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരികയും, അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുകയും, അതേപോലെ തന്നെ ഈക്വാലിറ്റി ഫോക്കസ് ചെയ്യുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, പ്രൊമോട്ടഡ് യൂണിറ്റി, കോപ്പറേഷൻ, ജെൻഡർ ഈക്വാലിറ്റി. അതേപോലെ തന്നെ യൂണിറ്റി, ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ചു, കോപ്പറേഷൻ, സഹകരണത്തിനെ പ്രോത്സാഹിപ്പിച്ചു, ജെൻഡർ ഈക്വാലിറ്റി, ലിംഗസമത്വം, മെയിൽ ആൻഡ് ഫീമെയിൽ, സ്ത്രീക്കും പുരുഷനും തുല്യ സമത്വത്തിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ സെക്കുലറിസത്തിൽ പറയുന്നത്. അപ്പോൾ കുട്ടികളെ, സത്യാഗ്രഹ എന്ന ഐഡിയയിലും, അതേപോലെ നോൺ വയലൻസ് എന്ന ഐഡിയയിലും, നാഷണലിസം എന്ന ഐഡിയയിലും, അതേപോലെ സെക്കുലാറിസം, ഇതൊക്കെ ഗാന്ധിജിയുടെ ഐഡിയോളജികളാണ്. ഇതിലൊക്കെ അദ്ദേഹം ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പോയിന്റിലും നിങ്ങളിപ്പോൾ നാഷണാലിസത്തിൽ എഴുതിയ കാര്യം സത്യാഗ്രഹത്തിൽ എഴുതിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാതും നന്നായി പഠിക്കുക. ഈ 4 ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഐഡിയോളജികളാണ് സത്യാഗ്രഹ, നോൺ വയലൻസ്, നാഷണാലിസം, സെക്കുലറിസം. ഈ 4 കാര്യങ്ങളിൽ അദ്ദേഹം ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 4 നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും നിങ്ങൾക്ക് നന്നായിട്ട് ഇപ്പോൾ ഗാന്ധിജിയെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ടീച്ചർ പ്രൊഫൈൽ തന്നിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഈ 4 കാര്യങ്ങളും ഹെഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നോക്കൂ, റോൾ ഓഫ് ഗാന്ധി നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ പങ്കിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. റോൾ ഓഫ് ഗാന്ധി നാഷണൽ മൂവ്മെൻറ്റ്. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ പങ്ക് എത്രത്തോളം അനിവാര്യമായിരുന്നു, അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീക്കിവെച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, റോൾ ഓഫ് ഗാന്ധി നാഷണൽ മൂവ്മെൻറ്റ് ഏകദേശം ഒരു 8 പോയിന്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ബിക്കം എ മേജർ നാഷണൽ ലീഡർ സൂൺ ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം, ഞാൻ പറഞ്ഞിരുന്നു ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ലോ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം നാട്ടിൽ വന്ന് പിന്നെയും വീണ്ടും 20 വർഷത്തോളം കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം ഒരു ദേശീയ നേതാവായി ഉയർന്നു വന്നു എന്നാണ് പറയണത്. ബിക്കം എ മേജർ നാഷണൽ ലീഡർ സൂൺ ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും ഒരു നാഷണൽ ലീഡറായിട്ട് ഉയർന്നു. ദെൻ combined moral authority, inclusive leadership and mass mobilization. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കമ്പൈൻഡ് മോറൽ അതോറിറ്റി, ധാർമ്മികമായിട്ടുള്ള അതോറിറ്റിയും അതേപോലെ തന്നെ പിന്നെ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വ സ്ഥാനവും, മാസ് മൊബിലൈസേഷൻ ജനപിന്തുണയും, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെയധികം കമ്പൈൻ ചെയ്യാൻ സാധിച്ചു, കൂട്ടിയിണക്കാൻ സാധിച്ചു. മോറൽ അതോറിറ്റി, ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്, മാസ് മൊബിലൈസേഷൻ,
മാസ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനകീയമായ നേതൃത്വം, അഥവാ ജനകീയ പിന്തുണ, ഇതൊക്കെ അദ്ദേഹത്തിന് കമ്പൈൻ ചെയ്യാൻ സാധിച്ചു. ദെൻ ലെഡ് 3 കീ മൂവ്മെന്റ്. അങ്ങനെ അദ്ദേഹം 3 പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജിയുടെ 3 പ്രസ്ഥാനങ്ങളും. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1990-21, 1919 തൊട്ട് 21 വരെയുള്ള കാലഘട്ടത്തിലാണ് നോൺ കോപ്പറേഷൻ, നിസ്സഹകരണ പ്രസ്ഥാനം. ആൻഡ് ദെൻ സിവിൽ ഡിസൊബീഡിയൻ, അതായത് സിവിൽ നിയമലംഘനം എന്ന് പറയും. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ സിവിൽ നിയമലംഘനം. എന്ന് തൊട്ട് എന്ന് വരെ? 1930-32. കിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക, ഇന്ത്യയിൽ നിന്നും പോവാനാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്, കിറ്റ് ഇന്ത്യ. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള 3 മൂവ്മെന്റുകൾ, 3 പ്രസ്ഥാനങ്ങൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. അതാണ് ഗാന്ധിജിയുടെ പ്രധാന നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, കിറ്റ് ഇന്ത്യ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1990-21, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് 1930-32, കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ആൻഡ് ദെൻ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലിങ്ക് നോൺ കോപ്പറേഷൻ വിത്ത് ഖിലാഫത്ത് ടു യുണൈറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി അദ്ദേഹം എന്തിനെ ബന്ധപ്പെടുത്തി? നോൺ കോപ്പറേഷൻ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ, ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തെ ലിങ്ക് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അദ്ദേഹം ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. Then next point, believed unjust government survive only with people cooperation. അതേപോലെ തന്നെ ജനങ്ങളുടെ സഹകരണമില്ലാതെ അന്യായ ഭരണങ്ങൾ നിലനിൽക്കില്ലെന്ന് വിശ്വസിച്ചു. They believed unjust government survive only with people cooperation. ജനങ്ങൾ സഹകരിക്കാതെ ഒരിക്കലും ഇവിടെ ഭരണം ഒരു അന്യായത്തിലുള്ള ഭരണത്തിന് ആരും സഹകരിക്കില്ല, ജനങ്ങൾ സഹകരിക്കില്ല എന്ന നിലപാടിൽ അദ്ദേഹം വിശ്വസിച്ചു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, യൂസ്ഡ് പീസ്ഫുൾ റെസിസ്റ്റൻസ്, ഹർത്താൽ, ബോയ്ക്കോട്ട്, സോഷ്യൽ ഓസ്ട്രാസിസം, പിക്കറ്റിംഗ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സമാധാനപരമായ പ്രതിഷേധ രീതികളാണ് ഗാന്ധിജി ഫോളോ ചെയ്തത്. എന്തൊക്കെയായിരുന്നു? ഹർത്താല്, ബോയ്ക്കോട്ടിങ്, ബഹിഷ്കരണം, അതേപോലെ തന്നെ പിന്നെ സോഷ്യൽ ഓബ്സ്ട്രക്ഷൻസ് ആൻഡ് അതേപോലെ പിക്കറ്റിങ്. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഒരു സമാധാനപരമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടപ്പാക്കിയത്. And then strengthened national unity and political consciousness. ദേശീയ ബോധവും ഐക്യവും ശക്തിപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിരുന്നു. സ്ട്രെങ്തൻഡ് നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യവും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, രാഷ്ട്രീയപരമായിട്ടുള്ള അതേപോലെ തന്നെ ദേശീയ ബോധവും അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ബോധവും ഒക്കെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു. Expanded civil space but failed to fully paralyze colonial rule. കൊളോണിയൽ ഭരണത്തെ ദുർബലമാക്കിയെങ്കിലും പൂർണ്ണമായും അതിവിടെ നിന്നും നിലച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സ്പാൻഡഡ് സിവിൽ സ്പേസ് ദ ഫെയിൽഡ് ടു ഫുള്ളി പാരലൈസ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണം ദുർബലമാക്കാൻ അദ്ദേഹത്തിന് ഒരു വിധമൊക്കെ സാധിച്ചെങ്കിലും പൂർണ്ണമായും ഇവിടെ നിന്നും നിലച്ചിരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ പങ്ക്. വളരെ വെറും പോയിന്റ്സ് മാത്രമേ ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളൂ. ഇനി ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഗാന്ധിജിയുടെ നോൺ ഡിസൊബീഡിയൻസും അതേപോലെ തന്നെ കിറ്റ് ഇന്ത്യയും നോൺ കോപ്പറേഷനൊക്കെ എന്തായെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഡിസൊബീഡിയൻ മൂവ്മെന്റിലേക്ക് കടക്കാം. അതായത്
സിവിൽ നിയമലംഘനം എന്ന് പറയും. ഡിസൊബീഡിയൻ എന്ന് പറഞ്ഞാൽ സിവിൽ നിയമലംഘനം, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓരോ നിയമങ്ങളും ലംഘിക്കുന്നതിനെയാണ് എന്ത് പറയുക, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കൂ. നോൺ വയലന്റ് റിവോൾട്ട് എഗെയിൻസ്റ്റ് അൺജസ്റ്റ് ലോ, അന്യായ നിയമങ്ങൾക്കെതിരായിട്ടുള്ള അഹിംസാത്മക പ്രതിഷേധം. നോൺ വയലന്റ് റിവോൾട്ട്, അഹിംസാത്മകമായിട്ടുള്ള റിവോൾട്ടായിരുന്നു ഗാന്ധി, അതായത് ഹിംസാപരമായിരുന്നില്ല. ഗാന്ധിജി സ്ട്രഗിൾ ചെയ്തത് നോൺ വയലന്റ് ആയിട്ട്, അഹിംസാത്മകമായിട്ടാണ് ഗാന്ധിജി സ്ട്രഗിൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്യായ നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു നോൺ വയലന്റ് റിവോൾട്ടാണ് കാഴ്ചവെച്ചിരുന്നത്. നോട്ട് ലോ ലെസ്നെസ് റിക്വയേഴ്സ് ഡിസിപ്ലിൻ ആൻഡ് മോറൽ പർപ്പസ്, നിയമലംഘനമല്ല, അത് നൈതിക ശാസനയും ആത്മനിയന്ത്രണവും ആവശ്യമാണ്. നോട്ട് ലോ ലെസ്നെസ്, അത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ ലംഘിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അവരുടെ തെറ്റുകൾ, അവരിൽ ധാർമ്മികത നഷ്ടപ്പെടുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. And then seen as a powerful alternative to armed struggle, ആയുധ സമരത്തിന് പകരമായ ശക്തമായ മാർഗമാണ് അദ്ദേഹം ഏതിലൂടെ കാഴ്ചവെച്ചത്, ഈ നോൺ വയലന്റിലൂടെ കാഴ്ചവെച്ചത്. സീൻ ആസ് എ പവർഫുൾ അൾട്ടർനേറ്റീവ് ടു ആംഡ് സ്ട്രഗിൾ, ആയുധ സമരത്തിന് പകരമായൊരു ശക്തമായ മാർഗമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. അത് ആ ശക്തമായ മാർഗമാണ് ഏത്, നോൺ വയലന്റ്. ബേസ്ഡ് ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വില്ലിംഗ്നെസ് ടു സഫർ, ത്യാഗവും സഹനവും പ്രധാന ആയുധങ്ങളായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ബേസ്ഡ് ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആൻഡ് വില്ലിംഗ്നെസ് ടു സഫർ, അതേപോലെ ത്യാഗവും അതേപോലെ തന്നെ സഫറിങ്ങും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധങ്ങൾ. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നോക്കൂ. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പറയുന്നത്? 1942 lunged due to rising unrest and British refusal to ensure India's defense. അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉടൻ ഒരു പിന്മാറ്റം അദ്ദേഹം ആവശ്യപ്പെട്ടു. ലഞ്ചഡ് ഡ്യൂ ടു റൈസിംഗ് അൺട്രസ്റ്റ് ആൻഡ് ബ്രിട്ടീഷ് റിഫ്യൂസൽ ടു എൻഷുർ ഇന്ത്യാസ് ഡിഫൻസ്, ഇന്ത്യയുടെ പ്രതിരോധത്തെ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു പിന്മാറ്റം അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗാന്ധി ഫിയേർഡ് വയലന്റ് ഔട്ട്ബ്രേക്ക് വിത്തൗട്ട് ഓർഗനൈസ്ഡ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്, അക്രമം ഒഴിവാക്കാൻ ഗാന്ധിജി അഹിംസ മുന്നോട്ട് വെച്ചു. ഗാന്ധി ഫിയേർഡ് വയലന്റ് ഔട്ട്ബ്രേക്ക് വിത്തൗട്ട് ഓർഗനൈസ്ഡ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്, അക്രമ രീതിയിലുള്ള സ്ട്രഗിളിന് പകരം അദ്ദേഹം ഒരു അഹിംസയാണ് മുന്നോട്ട് വെച്ചത്. കാൾഡ് ഫോർ ഇമീഡിയറ്റ് ബ്രിട്ടീഷ് വിഡ്രോവൽ, അതേപോലെ തന്നെ അദ്ദേഹം എന്താ ആവശ്യപ്പെട്ടു, പെട്ടെന്ന് ബ്രിട്ടീഷുകാരോട് ഇവിടെ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ, പിന്തിരിഞ്ഞു പോകാൻ. കാൾഡ് ഫോർ ഇമീഡിയറ്റ് ബ്രിട്ടീഷ് വിഡ്രോവൽ, പെട്ടെന്ന് തന്നെ ഇന്ത്യ വിട്ടുപോവുക. ക്വിറ്റ് ഇന്ത്യ, അതാണ് ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും പെട്ടെന്ന് ഇമീഡിയറ്റ്ലി ആയിട്ട് ഇന്ത്യ വിട്ടുപോവുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പ്രൈമറി സ്ട്രഗിൾ വാസ് എഗെയിൻസ്റ്റ് ഇമ്പീരിയലിസം നോട്ട് ബ്രിട്ടീഷ് പീപ്പിൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം പ്രൈമറി സ്ട്രഗിൾ ആസ് എഗെയിൻസ്റ്റ് ഇമ്പീരിയലിസം നോട്ട് ബ്രിട്ടീഷ് ജനങ്ങളോടല്ല, സാമ്രാജ്യത്വത്തോടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ആരോടായിരുന്നു? ഈ നമ്മുടെ അവര് ബ്രിട്ടീഷ് ജനങ്ങളോടല്ല അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചത്, അവരുടെ ആ സാമ്രാജ്യത്വ മൈൻഡിനോടാണ്, അല്ലെങ്കിൽ ആ സാമ്രാജ്യത്വ സ്വഭാവത്തിനോടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റോൾ ഓഫ് ഗാന്ധി നാഷണൽ മൂവ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ വെക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങളും കൂടി ഇനി ഇതിൽ പറഞ്ഞു തരാനുണ്ട്, ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഗാന്ധി വിഷൻ ഓൺ മാർജിനലൈസേഷൻ ഇൻക്ലൂഷൻ, അതായത് ഗാന്ധിജിയുടെ വീക്ഷണം എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്, ഗാന്ധിജിയുടെ വിഷൻ അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഗാന്ധി വിഷൻ ഓൺ മാർജിനലൈസേഷൻ ഇൻക്ലൂഷൻ. അപ്പോൾ ഗാന്ധിജിയുടെ വീക്ഷണം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. റെക്കഗ്നൈസ്ഡ് ഡീപ്പ് ഇൻഇക്വാലിറ്റി ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജെൻഡർ, എത്നിസിറ്റി, ഡിസബിലിറ്റി. അതായത് ജാതി,
ലിംഗം, വംശം, ദാരിദ്ര്യം എന്നിവ കാരണം അല്ലെങ്കിൽ എന്നിവ മൂലമുള്ള അസമത്വം തിരിച്ചറിഞ്ഞത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. അതായത് ഗാന്ധിജിയുടെ പങ്കാളിത്തമാണ് എന്തൊക്കെ മനസ്സിലാക്കാൻ സമൂഹത്തിന് സാധിച്ചത്? ഇൻഇക്വാലിറ്റി ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജാതിയുടെ പേരിലുള്ള അസമത്വം. ജെൻഡർ, അതായത് ലിംഗത്തിന്റെ പേരിലുള്ള ഇൻഇക്വാലിറ്റി. എന്തിനു ഫിറ്റി? വംശത്തിന്റെ പേരിലുള്ള ഇൻഇക്വാലിറ്റി. ഡിസബിലിറ്റി, അംഗവൈകല്യത്തിന്റെ പേരിലുള്ള ഇൻഇക്വാലിറ്റി. ഇതൊക്കെ വ്യക്തമാക്കാൻ സാധിച്ചത് ആരിലൂടെയാണ്? ഗാന്ധിജിയിലൂടെയാണ്. റെക്കഗ്നൈസ് ഡീപ്പ് ഇൻഇക്വാലിറ്റി ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജെൻഡർ, എൻഡിഫിറ്റി, ഡിസബിലിറ്റി. അതായത് ഇതിനെയൊക്കെ കുറിച്ച് ആളുകളിലേക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ആരിലൂടെയാണ്? ഗാന്ധിജിയുടെ വരവോടുകൂടിയും അദ്ദേഹത്തിന്റെ വീക്ഷണത്തോടെയുമാണ്. ആൻഡ് ദെൻ viewed marginalization as rooted in hierarchy and deprivation. അതായത് അദ്ദേഹം പറയാണ് ഹയറാർക്കി ആൻഡ് ഡിപ്രൈവേഷൻ, അതായത് ജാതിയുടെ മുൻഗണനയും അനീതിയുമൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഒരു വേർതിരിവിന് മാർജിനലൈസേഷന് കാരണമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. വ്യൂഡ് മാർജിനലൈസേഷൻ്റെ റൂട്ട് തന്നെ എന്തിലേക്കാണ് പോകുന്നത്? ഹയറാർക്കി ആൻഡ് ഡിപ്രൈവേഷൻ. ആൻഡ് ദെൻ ഫോക്ട് ഫോർ ഇൻക്ലൂഷൻ ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഒപ്രസ്ഡ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള എതിർപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഒപ്രസ്ഡ് ഗ്രൂപ്പ്, സാമൂഹികമായും സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു എതിർപ്പിലൂടെ മാത്രമേ എന്ത് സാധ്യമാകുള്ളൂ? ഈ ഇത്തരത്തിലുള്ള അനീതികളിൽ നിന്നും മോചനം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബിലീവ്ഡ് റിയൽ ഡെവലപ്മെന്റ് റിക്വയേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സെക്ഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളും പങ്കാളികളാവാൻ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ബിലീവ്ഡ് റിയൽ ഡെവലപ്മെന്റ് റിക്വയേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സെക്ഷൻ, എല്ലാ സെക്ഷനിലുള്ളവരും എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടങ്ങളിലേക്ക് പങ്കാളികളാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കി. എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഫോർ, എല്ലാവരും പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? വർക്ക് ഫോർ. എന്തൊക്കെയാണ് അദ്ദേഹം ആ പ്രവർത്തന മേഖലകളാക്കി പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഫോർ ഓൾ, അതായത് എല്ലാവരും വിദ്യാഭ്യാസ സമ്പന്നരാവുക. വുമൺ എംപവർമെന്റ്, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം. ഹെൽത്ത് ആൻഡ് യൂത്ത് എംപ്ലോയ്മെന്റ്, ആരോഗ്യവും അതേപോലെ തന്നെ യൂത്ത് എംപ്ലോയ്മെന്റ്, യുവജനങ്ങളുടെ തൊഴിലവസരങ്ങളും. മൈനോറിറ്റി ഇൻക്ലൂഷൻ, ന്യൂനപക്ഷ പങ്കാളിത്തം. എൻഡ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനം അവസാനിപ്പിക്കുക. അതേപോലെ ഒപ്പോസ്ഡ് എലൈറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ വിമർശിച്ചു. ആൻഡ് ദെൻ പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം നടപ്പാക്കിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെയ്ത്താലിം. എന്താ നെയ്ത്താലിം എന്ന് പറഞ്ഞാൽ? നെയ്ത്താലിം പ്രൊപ്പോസ്ഡ് നെയ്ത്താലിം ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ്. അതായത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് ക്യാരക്ടർ, ശരീരം, മനസ്സ്, സ്വഭാവം എന്നിവയിലൂടെയൊക്കെ സമഗ്രമായ വിദ്യാഭ്യാസം എന്നാണ് ഇതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത് നെയ്ത്താലിം. അപ്പം നെയ്ത്താലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരവും മനസ്സും, ബോഡി, മൈൻഡ്, ക്യാരക്ടർ, മനസ്സും ശരീരവും സ്വഭാവവും എങ്ങനെയാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്? വിദ്യാഭ്യാസപരമാക്കണം. സമഗ്രമായ വിദ്യാഭ്യാസം, നമ്മളെ മൈൻഡിലും നമ്മളെ ശരീരത്തിലും നമ്മളെ സ്വഭാവത്തിലൊക്കെ അറിവ് നേടുക. അതിലൂടെ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ ഗാന്ധിയൻ വിഷൻ ഓൺ മാർജിനലൈസേഷൻ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അംബേദ്കറെ കുറിച്ച്, അതായത് അംബേദ്കറിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിയെ കുറിച്ചും
അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ അംബേദ്കറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അംബേദ്കറിൻ്റെ വ്യൂസാണ് അനലൈസ് ചെയ്യുന്നത്. അംബേദ്കറിൻ്റെ പൊളിറ്റിക്കൽ കരിയറും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയപരമായ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂ, പൊളിറ്റിക്കൽ കരിയർ ഓഫ് BR അംബേദ്കർ, അതായത് ഡോക്ടർ BR അംബേദ്കറുടെ പൊളിറ്റിക്കൽ കരിയർ, രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ വളരെ വൈഡായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലും ടീച്ചർ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. എങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും സാമൂഹികവും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഫിലോസഫികൾ എന്തൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. played a key role in the emancipation of marginalized communities in India. ഇന്ത്യയിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ മോചനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. played a key role in the emancipation of marginalized communities in India. ഇന്ത്യയിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ മോചനത്തിന് പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രധാന പങ്കുവഹിച്ചൊരു മഹാനായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. പ്ലേഡ് എ കീ റോൾ ഇൻ ദ ഇമാനിസിപ്പേഷൻ ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഇമാനിസിപ്പേഷൻ മോചനത്തിന് വേണ്ടി വളരെയധികം നേതൃത്വം വഹിച്ചു. ഫോക്ട് ഫോർ സ്ട്രക്ചറൽ ഇൻക്ലൂഷൻ ആൻഡ് ദളിത് റൈറ്റ്. അതേപോലെ തന്നെ സാമൂഹിക ഉൾക്കൊള്ളലിനും ദളിത് അവകാശങ്ങൾക്കുമായി പോരാടി. ഫോക്ട് ഫോർ സ്ട്രക്ചറൽ ഇൻക്ലൂഷൻ ആൻഡ് ദളിത് റൈറ്റ്, ദളിതരുടെ റൈറ്റ്, ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ഉൾക്കൊള്ളലിന് വേണ്ടി സ്ട്രക്ചറൽ ഇൻക്ലൂഷന് വേണ്ടിയും അദ്ദേഹം പോരാടി. പൊളിറ്റിക്കൽ കരിയർ ഡെവലപ്ഡ് ഇൻ 4 മേജർ ഫേസസ്. രാഷ്ട്രീയ ജീവിതം 4 ഘട്ടങ്ങളായി വികസിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പ്രധാനമായും 4 ഘട്ടങ്ങളായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. 1915-1928, 1915 തൊട്ട് 28 വരെ ഒരു കാലഘട്ടം. എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ആസ് എ ലോയർ ഏൺഡ് ഹയസ്റ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ്. 1915-28 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ലോയറായിരുന്നു, അഭിഭാഷകനായിരുന്നു. മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം വളരെയധികം ഉന്നത ബിരുദം നേടിയിട്ടുണ്ട്. ലെറ്റ് ദ മഹത് സത്യാഗ്രഹ ഫോർ ദളിത് റൈറ്റ് ടു ഡ്രിങ്കിങ് വാട്ടർ. അതേപോലെ തന്നെ മഹാത് സത്യാഗ്രഹ, അദ്ദേഹം സത്യാഗ്രഹം നയിച്ചു. ആർക്ക് വേണ്ടി? മഹാദിൽ ദളിതർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സത്യാഗ്രഹം നയിച്ചു. ലെറ്റ് ദ മഹാത് സത്യാഗ്രഹ ഫോർ ദളിത് റൈറ്റ് ടു ഡ്രിങ്കിങ് വാട്ടർ. അവരുടെ കുടിവെള്ള അവകാശത്തിന് വേണ്ടി മഹാദിൽ അദ്ദേഹം ദളിതർക്ക് വേണ്ടിയിട്ട് സത്യാഗ്രഹം നടത്തി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പൊതുകിണർ പോലും ഉപയോഗിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരുന്നില്ല? ദളിതർക്ക് ഉണ്ടായിരുന്നില്ല. പൊതുകിണർ ഉപയോഗിക്കാൻ പോലുമുള്ള, കുടിവെള്ളത്തിന് പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവരായിട്ടാണ് ദളിതരെ കണ്ടിരുന്നത്. അപ്പം അതിനു വേണ്ടി അദ്ദേഹം സത്യാഗ്രഹം ചെയ്തു. എവിടെ? മഹദിൽ. 1929-36, 1929, 1936 കാലഘട്ടത്തിൽ ഡിമാൻഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ദളിത്. 1929, 1936 കാലഘട്ടത്തിലെ ദളിതർക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടു. 1929-1936, 1929, 1936 കാലഘട്ടത്തിൽ ഡിമാൻഡ് ചെയ്തു. എന്ത്? സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദളിത്. ദളിതർക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ വേണമെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, believed socially segregated group needed independent political representation. അതേപോലെ തന്നെ അദ്ദേഹം ബിലീവ്ഡ് സോഷ്യലി സെഗ്രിഗേറ്റഡ് ഗ്രൂപ്പ് നീഡഡ് ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അതായത് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള
അദ്ദേഹം വിശ്വസിച്ചത് തന്നെ എന്താണ്? ബിലീവ്ഡ് സോഷ്യലി സെഗ്രിഗേറ്റഡ് ഗ്രൂപ്പ് നീഡഡ് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരു സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ അദ്ദേഹം വിശ്വാസം പുലർത്തിയിരുന്നു. അങ്ങനെ 1937-46 1937 to 1946 1937-46 അദ്ദേഹം ഫൗണ്ടഡ് ആൻഡ് ലെഡ് ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഒരു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ, ഒരു ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം 1937 to 1946 കാലയളവിലെ ഒരു ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചു. സെർവ്ഡ് ഒപ്പോസിഷൻ ലീഡർ ഇൻ ദ ബോംബെ ലെജിസ്ലേച്ചർ. ബോംബെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി. സെർവ്ഡ് ആസ് ഒപ്പോസിഷൻ ലീഡർ ഇൻ ദ ബോംബെ ലെജിസ്ലേച്ചർ. ബോംബെ നിയമസഭയിലെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ബിക്കം ലേബർ മെമ്പർ ഓഫ് ദ വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിൽ 1942. 1942 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ അംഗമായി. 1942 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അദ്ദേഹം എന്തായി എന്നാ പറയുന്നത്? ലേബർ അംഗമായി മാറി. ആൻഡ് ദെൻ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭരണഘടനാ രൂപീകരണ സമിതിയുടെ ചെയർമാനായി. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം ഭരണഘടനാ രൂപീകരണ സമിതിയുടെ ചെയർമാനായി. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി മാറി. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. known as മോഡേൺ മനു. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ഏത് പേരിൽ അറിയപ്പെട്ടു? ആധുനിക ഇന്ത്യയുടെ ശില്പി. ആധുനിക ഇന്ത്യയുടെ ശില്പി മോഡേൺ മനു എന്ന ഈ പേരിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടു. ഫസ്റ്റ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമന്യായ മന്ത്രിയായി മാറി. ഫസ്റ്റ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ നിയമമന്ത്രിയായിട്ട് ആര് മാറി? അംബേദ്കർ മാറി. ഹാഡ് ഇൻഡോളജിക്കൽ ഡിഫറൻസസ് വിത്ത് ഗാന്ധി ഓൺ മെത്തേഡ് ടു അപ്ലിഫ്റ്റ് ലോവർ കാസ്റ്റ്. താഴ്ന്ന വർഗ അവകാശങ്ങളിൽ ഗാന്ധിയുടെ അഭിപ്രായഭേദം അദ്ദേഹം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളിൽ അംബേദ്കർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹാഡ് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് വിത്ത് ഗാന്ധി ഓൺ മെത്തേഡ് ടു അപ്ലിഫ്റ്റ് ലോവർ കാസ്റ്റ്. താഴ്ന്ന വർഗാവകാശങ്ങളിൽ ഗാന്ധിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു? അംബേദ്കർക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഹരിജനം, ഗാന്ധിജി താഴ്ന്ന ജാതിക്കാരെ ഹരിജനം എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് അംബേദ്കറിനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറുടെ പൊളിറ്റിക്കൽ കരിയറായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. വളരെ ലളിതമായ പോയിന്റ്സുകളാണ്. ഇനി നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഫിലോസഫിയെ കുറിച്ച് നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയിലെ പ്രധാന ചിന്തകനും പണ്ഡിതരുമായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയുടെ ചിന്തകനും പണ്ഡിതനുമായിട്ടാണ് ആരെ കൺസിഡർ ചെയ്യുന്നത്? അംബേദ്കറെ കണക്കാക്കുന്നത്. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഇന്ത്യാസ് ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഇന്ത്യാസ് ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ വളരെയധികം പങ്കുവഹിച്ചിരുന്നു. ഹൈലി എഡ്യൂക്കേറ്റഡ്, സ്റ്റഡീഡ് അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി ആൻഡ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അതേപോലെ തന്നെ കൊളംബിയയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിരുന്നത്. ഫൗണ്ടഡ് എ ന്യൂ സെക്ട് ഓഫ് ബുദ്ധിസം കാൾഡ്, അതായത് അദ്ദേഹം ഫൗണ്ടഡ് എ ന്യൂ സെക്ട് ഓഫ് ബുദ്ധിസം കാൾഡ് നയാന. അതായത് അദ്ദേഹം ബുദ്ധിസത്തെ ഏത് രീതിയിലാണ് പരാമർശിച്ചത്? നയാന എന്ന പേരിലാണ് അദ്ദേഹം ബുദ്ധിസത്തിന് രൂപം കൊടുത്തത്. ഫൗണ്ടഡ് എ ന്യൂ സെക്ട് ഓഫ് ബുദ്ധിസം കാൾഡ് നയാന.
കമ്പൈൻഡ് സ്കോളർഷിപ്പ് വിത്ത് ആക്റ്റീവ് പൊളിറ്റിക്സ്, അതേപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ പല വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്കോളർഷിപ്പിനൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി. അതേപോലെ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ്, സ്റ്റഡീഡ് അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി ആൻഡ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. കൊളംബിയ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസം നേടി. അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയെ അദ്ദേഹം വിശകലനം ചെയ്തിരുന്നു. അതേപോലെ കമ്പൈൻഡ് സ്കോളർഷിപ്പ് വിത്ത് ആക്റ്റീവ് പൊളിറ്റിക്സ്, അതേപോലെ രാഷ്ട്രീയത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹം സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ രൂപം കൊടുത്തു. അതേപോലെ തന്നെ ഓതേർഡ് വർക്ക് ഓൺ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, ബുദ്ധിസം, എക്കോണമി ആൻഡ് ലോ, സാമ്പത്തികവും ഭരണപരവും അതേപോലെ തന്നെ ഓതേർഡ് വർക്ക് ഓൺ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം പ്രത്യേകം രീതിയിൽ വർക്കുകൾ ചെയ്തു, ഗ്രന്ഥങ്ങൾ രചിച്ചു. സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും ജാതിപരമായ കാര്യങ്ങളെക്കുറിച്ചും തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെക്കുറിച്ചും ബുദ്ധിസത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നു. അതേപോലെ അഡ്വക്കേറ്റ് സോഷ്യൽ ജസ്റ്റിസ്, ഈക്വാലിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അതേപോലെ തന്നെ സാമൂഹിക നീതിക്കും സമത്വത്തിനും ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്കൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി. അതേപോലെ തന്നെ ക്രിറ്റിക്കലി അനലൈസ്ഡ് കാസ്റ്റ് ആസ് ദ കോർ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ജാതി വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം വിമർശിച്ചു. ക്രിറ്റിക്കലി അനലൈസ്ഡ് കാസ്റ്റ് ആസ് ദ കോർ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്താണ്? ജാതി വ്യവസ്ഥയാണ്. ഡിസഗ്രീഡ് വിത്ത് ഗാന്ധി ഓൺ അപ്രോച്ചസ് ടു സോഷ്യൽ റിഫോം ആൻഡ് ജസ്റ്റിസ്, അതേപോലെ തന്നെ അദ്ദേഹം ഡിസഗ്രീഡ്, ഗാന്ധിജിയുടെ പല അപ്രോച്ചുകളും അംബേദ്കർ എന്ത് ചെയ്ത് അതിനെ എതിർക്കുകയാണ് ചെയ്തത്, ഡിസഗ്രീഡ് ചെയ്യുക ചെയ്തത്. മാത്രമല്ല ഗാന്ധിജിയുടെ അപ്രോച്ചുകളായിട്ടുള്ള സോഷ്യൽ റിഫോമിനെയും ജസ്റ്റിസിനെയൊക്കെ അദ്ദേഹം എതിർക്കുക ചെയ്തത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പൊതുവെ അംബേദ്കർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ലൈഫ് ലോങ് മിഷൻ വാസ് ടു ചാലഞ്ച് സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഇൻജസ്റ്റിസ്, അതേപോലെ തന്നെ സാമൂഹിക അസമത്വങ്ങളിൽ നേരിടുന്നതിൽ അതേപോലെ തന്നെ ലൈഫ് ലോങ് മിഷൻ വാസ് ടു ചാലഞ്ച് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്, സാമൂഹിക അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയും അദ്ദേഹം ജീവിതത്തിലുടനീളം എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത്. ലൈഫ് ലോങ് മിഷൻ വാസ് ടു ചലഞ്ച് ചെയ്യാൻ എന്താ? വെല്ലുവിളിച്ചു. എന്തിനെതിരെ? സോഷ്യൽ ഇൻഇക്വാലിറ്റി, സാമൂഹിക അനീതിക്കും അതേപോലെ ഇൻജസ്റ്റിസ്, അതേപോലെ തന്നെ അനീതിക്കും അതേപോലെ തന്നെ അസമത്വത്തിനുമെതിരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം വെല്ലുവിളികൾ നേരിട്ടിരുന്നു. മാത്രമല്ല അതിനെ വെല്ലുവിളിച്ചിരുന്നു. ആരെ? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറിൻ്റെ പ്രധാന ഐഡിയോളജി, സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി ആയിട്ട് ഇവിടെ വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ അംബേദ്കറിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ കരിയറുമാണ് ഇവിടെ ഷോർട്ട് പോയിന്റ് ആയിട്ട് ടീച്ചർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻക്ലൂഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഏതാ നോക്കൂ? BR അംബേദ്കർ ഐഡിയാസ് ഓൺ മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. അതായത് BR അംബേദ്കറുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. BR അംബേദ്കർ ഐഡിയാസ് ഓൺ മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. അതായത് സാമൂഹികപരമായിട്ട് വാഴ്ന്നിറങ്ങിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? പല ആശയങ്ങളും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മാർജിനലൈസേഷൻ ഇൻ ആൻഡ് മാൻ മെയ്ഡ് സോഷ്യോ കൾച്ചറൽ പ്രോസസ് റൂട്ടഡ് ഇൻ ഹയറാർക്കി ആൻഡ് ഡോമിനേഷൻ. അതായത് മാർജിനലൈസേഷൻ എന്നത് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഹയറാർക്കി ആൻഡ് അതായത് ജാതി വ്യവസ്ഥയുടെയും ആധിപത്യത്തിൻ്റെയും ഒരു രൂപമാണ് മാർജിനലൈസേഷൻ. മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ത്തപ്പെടുത്തുക. അപ്പോൾ ഇവിടെ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനിർമ്മിതമാണ്. മാർജിനലൈസേഷൻ ഈസ് ആൻ മാൻ മെയ്ഡ് സോഷ്യോ കൾച്ചറൽ പ്രോസസ്
റൂട്ടഡ് ഇൻ ഹയറാർക്കി ആൻഡ് ഡോമിനേഷൻ. അതായത് സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള പ്രക്രിയകളുടെ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആധിപത്യത്തെയാണ് എന്ത് പറയുന്നത്? മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് റേസ്. ജാതി, വർഗം, ലിംഗം, വർണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥാപന ഘടനകളിലൂടെ ഇത് നിലനിൽക്കുന്നു. ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്. ഒരു സ്ഥാപന ഘടനയിലൂടെയാണ് ഇത് നിലനിൽക്കുന്നത്. ഏതൊക്കെ? ജാതി, വർഗം, ലിംഗം, വർണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപന ഘടനകളിലൂടെയാണ് ഇത് നിലനിൽക്കുന്നത്. കാസ്റ്റ് ഈസ് ദ ഫണ്ടമെന്റൽ കേസ് ഓഫ് മാർജിനലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ തരം താഴ്ത്തലിനെയും വിവേചനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കാസ്റ്റാണ്. കാസ്റ്റ് ഈസ് ദ ഫണ്ടമെന്റൽ കേസ് ഓഫ് മാർജിനലൈസേഷൻ. അതായത് മൗലികപരമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ആളുകളെ തരം താഴ്ത്തുന്നതിനും ചൂഷണം ചെയ്യുന്നതിൻ്റെയും പ്രധാന കാരണം ഇന്ത്യൻ സമൂഹത്തിലെ കാസ്റ്റാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. മാർജിനലൈസേഷൻ occurs when individual or community are denied social relation and opportunity. വ്യക്തികളെയോ സമൂഹങ്ങളെയോ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും അവസരങ്ങളിൽ നിന്നും ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാർജിനലൈസേഷൻ സംഭവിക്കുന്നു, തരം താഴ്ത്തൽ സംഭവിക്കുന്നു. മാർജിനലൈസേഷൻ occurs when individual or communities are denied social relation and opportunity. വ്യക്തികളെയും സമുദായങ്ങളെയും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും ഓപ്പർച്യൂണിറ്റികളിൽ നിന്നും അവരെ ഡിനൈഡ് ചെയ്യുമ്പോഴാണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത്, തരം താഴ്ത്തൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിനെയും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സമുദായത്തെയും അവരുടെ സാമൂഹികപരമായ റിലേഷനിൽ നിന്നും അവസരങ്ങളിൽ നിന്നും ഓപ്പർച്യൂണിറ്റികളിൽ നിന്നും ഒക്കെ അവരെ ഡിനൈഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മാർജിനലൈസേഷൻ ഉണ്ടാകുന്നത്. അംബേദ്കർ viewed discrimination as structurally and institutionally embodied. അതുകൊണ്ട് തന്നെ വിവേചനം ഘടനാപരമായും സ്ഥാപനപരമായും പതിഞ്ഞിരിക്കുന്നതാണെന്ന് അംബേദ്കർ അഭിപ്രായപ്പെട്ടു. അംബേദ്കർ viewed discrimination as structurally and institutionally embodied. വിവേചനം ഘടനാപരമായും, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറലായിട്ടും സ്ഥാപനപരമായിട്ടും എംബഡീഡ്, അതായത് ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. He worked to eliminate caste-based inequality and rebuild Indian society on equality. അദ്ദേഹം എന്ത് ഒഴിവാക്കാനാണ് അദ്ദേഹം വർക്ക് ചെയ്തത്? He worked to eliminate caste. ജാതിയെ ഇല്ലാതാക്കുക, കാസ്റ്റിനെ ഇല്ലാതാക്കുക. അതിനോടൊപ്പം തന്നെ കാസ്റ്റ് ബേസ്ഡ് ജാതി അധിഷ്ഠിതമായ അസമത്വത്തെ ഇല്ലാതാക്കുന്നതിനും അതേപോലെ തന്നെ റീബിൽഡ് ഇന്ത്യൻ സൊസൈറ്റി ഓൺ ഈക്വാലിറ്റി, ഇന്ത്യൻ സമൂഹത്തിലെ ഈക്വാലിറ്റി സമത്വം റീബിൽഡ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹി വർക്ക്ഡ് ടു എലിമിനേറ്റ് കാസ്റ്റ് ബേസ്ഡ് ഇൻഈക്വാലിറ്റി, ജാതി അധിഷ്ഠിതമായ അസമത്വത്തെ ഇല്ലാതാക്കുന്നതിനും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈക്വാലിറ്റി റീബിൽഡ് ചെയ്യാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. ആൻഡ് ദെൻ ഹി ഹൈലൈറ്റഡ് ദ കൾച്ചറൽ ഒപ്രഷൻ ആൻഡ് സ്റ്റീരിയോടൈപ്പിംഗ് ഓഫ് ദളിത് ബൈ ഡോമിനന്റ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? ഹി ഹൈലൈറ്റഡ്, എന്താണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത്? കൾച്ചറൽ ഒപ്രഷൻ, അതായത് ദളിതർക്കെതിരെയുള്ള ആധിപത്യ വിഭാഗങ്ങൾ നടത്തുന്ന സാംസ്കാരിക പീഡനവും സ്റ്റീരിയോ ടൈപ്പിങ്ങും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഥവാ അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. ഹി ഹൈലൈറ്റഡ് കൾച്ചറൽ ഒപ്രഷൻ ആൻഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഓഫ് ദളിത് ബൈ ഡോമിനന്റ് ഗ്രൂപ്പ്. ആധിപത്യവർഗം ദളിതരോട് കാണിക്കുന്ന സാംസ്കാരികപരമായിട്ടുള്ള ഒപ്രഷൻ, അതായത് ആധിപത്യവർഗം ദളിതരിൽ അടിച്ചമർത്തുന്ന സാംസ്കാരികപരമായ ഒപ്രഷനും പീഡനവും സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ ആര് ഹൈലൈറ്റ് ചെയ്തു? അംബേദ്കർ ഹൈലൈറ്റ് ചെയ്തു. ഹി ഹൈലൈറ്റഡ് കൾച്ചറൽ ഒപ്രഷൻ ആൻഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഓഫ് ദളിത് ബൈ ഡോമിനന്റ് ഗ്രൂപ്പ്. ഡോമിനന്റ് ഗ്രൂപ്പ് ദളിതന്മേലിൽ കാണിക്കുന്ന സാംസ്കാരികമായ പീഡനങ്ങളും
സ്റ്റീരിയോ ടൈപ്പിങ്ങും ആര് ഉയർത്തി കാണിച്ചു? അംബേദ്കർ ഉയർത്തി കാണിച്ചു. അംബേദ്കർ emphasized 3 safeguard. അതുകൊണ്ട് തന്നെ 3 സുരക്ഷകൾ അദ്ദേഹം പ്രാധാന്യപ്പെടുത്തി. അംബേദ്കർ emphasized 3 safeguard. 3 safeguard കാരണം എന്താ? 3 സേഫ് ഗാർഡുകൾ, സുരക്ഷകൾ. എന്തൊക്കെ? ഈക്വൽ റൈറ്റ്, തുല്യ അവകാശം. ലീഗൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെ നിയമപരമായ സംരക്ഷണം. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റിസർവേഷൻ ഫോർ പാർട്ടിസിപ്പേഷൻ, സംവരണം പോലുള്ള മുൻകൈ നടപടികൾ. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് അംബേദ്കർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഈക്വൽ റൈറ്റ്, എല്ലാവർക്കും തുല്യ അവകാശം. ലീഗൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെ നിയമപരമായിട്ടുള്ള സംരക്ഷണം. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റിസർവേഷൻ ഫോർ പാർട്ടിസിപ്പേഷൻ, സംവരണം പോലുള്ള മുൻകൈ നടപടികൾ. ആൻഡ് ദെൻ അങ്ങനെ ഹിസ് ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എയിംഡ് അറ്റ് ടോട്ടൽ ഇൻക്ലൂഷൻ ബേസ്ഡ് ഓൺ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി. സാമൂഹ്യ നീതി എന്ന ആശയം നിലനിൽക്കണമെങ്കിൽ, അത് എന്ന ആശയം സമ്പൂർണമായി ഉൾപ്പെടുത്തണമെങ്കിൽ, സോഷ്യൽ ജസ്റ്റിസ് എന്ന ആശയം മൊത്തത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ എന്തെല്ലാം നടപ്പാക്കണം എന്നാ പറയണത്? ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, സമത്വം, ഫ്രറ്റേർണിറ്റി, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾ നിലനിർത്തുമ്പോൾ മാത്രമേ സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്, അംബേദ്കർ ലക്ഷ്യം വെച്ചത്. ഹിസ് ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എയിംഡ് അറ്റ് ടോട്ടൽ ഇൻക്ലൂഷൻ ബേസ്ഡ് ഓൺ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി. ഹി ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്, റാഷണാലിസം, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് മെറിറ്റ് ഓവർ ബർത്ത്. അതേപോലെ തന്നെ അദ്ദേഹം ഹി ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്, അഹിംസാത്മകവും യുക്തിപൂർണവും, അതേപോലെ തന്നെ എന്താണ്, മാനവികതയ്ക്കും, അതേപോലെ തന്നെ മെറിറ്റ് ഓവർ ബർത്ത്, ജനനത്തിൽ, അതേപോലെ പിന്നെ ജന്മത്തിൽ, മെറിറ്റ് ഓവർ ബർത്ത് പറഞ്ഞാൽ എന്താണ്? ജന്മത്തിലൂടെ നേടുന്ന ഗുണങ്ങൾക്കും ഒക്കെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ഹി ബിലീവ്ഡ്, അദ്ദേഹം എന്താണ് വിശ്വസിച്ചത്? നോൺ വയലൻസ്, റാഷണാലിസം, ഹ്യൂമൻ ഡിഗ്നിറ്റി, മെറിറ്റ് ഓവർ ബർത്ത്. നമ്മളുടെ ജന്മത്തിലൂടെയാണ് നമുക്ക് എന്ത് നേടുന്നത്, കഴിവ് നേടുന്നത് എന്ന് വിശ്വസിച്ചു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും. നമ്മളുടെ ജന്മമാണ് നമുക്ക് കഴിവ്, മെറിറ്റ് നൽകുന്നത്. അതല്ലാതെ നമ്മളുടെ ജാതിയല്ല. ഓരോ വ്യക്തിയും ജന്മമെടുക്കുമ്പോൾ ഓരോ കഴിവുകൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കും. അത് പല രീതിയിലായിരിക്കും എന്ന് മാത്രം. ഓരോരുത്തരുടെയും മെറിറ്റ് എന്ന് പറയുന്നത് പല രീതിയിലാണ്, ഡിഫറൻറ്റ് ക്യാരക്ടർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ജന്മത്തിലൂടെയുള്ള മെറിറ്റും ഹ്യൂമൻ ഡിഗ്നിറ്റിയും റാഷണാലിസവും അതേപോലെ തന്നെ നോൺ വയലൻസിനൊക്കെയാണ് അംബേദ്കർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗാന്ധിജിയുടെയും അംബേദ്കറിനെയും കുറിച്ച് വളരെ വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ നടത്തി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ യൂണിറ്റ്, അതായത് സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ രണ്ടാമത്തെ യൂണിറ്റും കംപ്ലീറ്റ് ആയി. നമുക്ക് തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഡോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ എന്ന ഒരു ഇൻഡോളജിക്കൽ അല്ല കേട്ടോ, ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ എന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് നമുക്കിനി കടക്കാം. ഓക്കെ.